സത്യവാങ്മൂലം വെട്ടിത്തിരുത്തി കേരള സർവകലാശാല വൈസ് ചാൻസലർ. സെനറ്റ് നോമിനേഷൻ വിഷയത്തിൽ VC വെട്ടിത്തിരുത്തിയത് രജിസ്ട്രാർ തയ്യാറാക്കിയ സത്യവാങ്മൂലം. സർവകലാശാല കീഴ്വഴക്കവും നടപടിക്രമങ്ങളും പരാമർശിക്കുന്ന ഫയലിലെ ഭാഗമാണ് VC വെട്ടിത്തിരുത്തിയത്. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, അങ്ങേയറ്റം ഗുരുതരമായ ഒരു നടപടിക്രമമാണ് VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നീതിമ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം കേരള സർവകലാശാല രജിസ്ട്രാർ തയ്യാറാക്കിയിരുന്നു. ഈ സത്യവാങ്മൂലത്തിലാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇടപെട്ടിരിക്കുന്നത്, വെട്ടിത്തിരുത്തിയിരിക്കുന്നത്. അതായത് രജിസ്ട്രാർ തയ്യാറാക്കിയ സർവകലാശാലയുടെ കീഴ്വഴക്കവും നടപടിക്രമങ്ങളും ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്ന ഫയലിന്റെ ഭാഗമാണ് ഇപ്പോൾ VC വെട്ടിത്തിരുത്തിയിരിക്കുന്നത്. ഏതായാലും VCയുടെ ഈ ഒരു നടപടിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. കാരണം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെ ഇതിനെതിരെ ഇപ്പോൾ ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും വൈസ് ചാൻസലറുടെ നടപടി ചാൻസലറെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നത്. പ്രത്യേകിച്ചും കീഴ്വഴക്കവും നടപടിക്രമവും നിയമവും വിശദീകരിച്ചുകൊണ്ടാകണം സത്യവാങ്മൂലമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ VCക്ക് നിലവിൽ കത്തും നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലിമ, ഗവർണറെ സഹായിക്കാനാണ് VCയുടെ നടപടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്.